ബഹുമാനപ്പെട്ട കൗൺസിലർമാരെ, പ്രിയോത്സവന്മാരെ, അച്ഛന്മാരെ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പയ്യൻ കുടുംബാംഗങ്ങളെ, മറ്റ് സഹോദരങ്ങളെ, സേവക സഭയിലെ തിരുവനന്തപുരം പ്രവിശ്യാംഗമായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പയ്യനച്ചൻ, ചെത്തിപ്പുഴ തീരദേശ ആശ്രമത്തിലെ എല്ലാ അച്ഛന്മാരുടെയും ബ്രദേഴ്സിൻ്റെയും സ്വന്തമായ പ്രിയപ്പെട്ട കൊച്ച്, അതിലൂടെ പൈനേർ കുടുംബാംഗങ്ങളുടെ അഭിമാനവും ഒത്തിരിയേറെ പ്രിയപ്പെട്ടതുമായ കുഞ്ഞാച്ചൻ, 85 വർഷവും 112 ദിവസവും ദൈവത്തെ മഹത്വം നൽകി മനോഹരമായി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇന്നലെ വെളുപ്പിനെ 1:50 സ്വർഗത്തിലേക്ക് യാത്രയായി. സ്വർഗത്തിലേക്ക് യാത്രയായി എന്ന് ഭംഗിവാക്ക് പറഞ്ഞതല്ല, മനസ്സിൽ തോന്നിയ ഉറപ്പുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. കാരണം സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഒരു വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് സുവിശേഷത്തിലൂടെ ഈശോ പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം തന്നെ ജീവിതത്തിൽ വളരെ മനോഹരമായി പൂർത്തിയാക്കിയിട്ടാണ് പൈനലച്ചൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്നുള്ള ഉറപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികമായി പ്രകടമായി കണ്ടിരുന്ന 2 പ്രത്യേകതകളെ കുറിച്ച് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ഉം 5-ഉം വചനങ്ങളാണ് അവ. 3-ാമത്തെ വചനം, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. 5-ാമത്തെ വചനം, ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ തന്നെ സ്വീകരിക്കുന്നു. ശിശു സഹജമായ ലാളിത്യവും നിഷ്കളങ്കതയും പയ്യനച്ചന് ഏറ്റവും അധികം പ്രശോഭിച്ചിരുന്ന നന്മകളായിരുന്നു. ശിശുക്കളെ പോലെ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ വലിയ ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ പ്രതീക്ഷകളോ ഒന്നുമില്ലായിരുന്നു. കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങൾ, അതിൽ സംതൃപ്തി അടങ്ങുന്ന സന്തോഷകരമായ ജീവിതം. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ ചെറിയ കാര്യങ്ങളിൽ പോലും ഒത്തിരി സന്തോഷിക്കും, ചിരിച്ച് കളിച്ച് ഉല്ലസിക്കും. ബഹുമാനപ്പെട്ട പൈനലച്ചനും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ ഒത്തിരി സന്തോഷിച്ച ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു സന്തോഷം, വളരെ സംതൃപ്തി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ആ ആനന്ദം നമുക്ക് മുഖത്തെ പുഞ്ചിരിയിൽ നിന്ന് കാണാം. എപ്പോഴും സദാസമയവും പ്രശോഭിച്ചിരുന്ന ആ ഒരു പുഞ്ചിരി. മറ്റുള്ളവരെ പല കാര്യങ്ങളും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഒരിക്കൽ ബിഷപ്പ് ഹൗസിൽ, ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിൽ സംസാരിപ്പിക്കുന്ന അച്ഛനോടൊപ്പം ഞാൻ പോയിരുന്നു. അന്ന് കർദിനാൾ പോകും കണ്ടുതാവ് അവിടെ ഉള്ള സമയം എനിക്ക് പരിചയമുള്ളത് ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ നിന്നിരുന്നു. പിറ്റേ ദിവസം മുതൽ ആശ്രമത്തിൽ കുറേ ദിവസത്തേക്ക് ആ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹം ഒത്തിരി സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് അദ്ദേഹത്തിന് മുറിയിൽ ഞാൻ വെച്ചു കൊടുത്ത് വളരെ സന്തോഷമായി അദ്ദേഹത്തിന്. ഇന്ന് തീർച്ചയായിട്ടും അദ്ദേഹം ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ടെന്ന് ഒരു ബോധ്യം മനസ്സിൽ തോന്നുകയാണ്. കാരണം അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയും സ്വർഗത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. കർദിനാളോടൊപ്പം നിന്നത് വലിയ സന്തോഷമായെങ്കിൽ ഇന്ന് സ്വർഗ കവാടത്തിൽ വെച്ച് മാർപ്പാപ്പയോടൊപ്പമായിരിക്കുമ്പോൾ വലിയ സന്തോഷം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. തീർച്ച തന്നെ ഈ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് സന്തോഷത്തോടെ അദ്ദേഹം സ്വർഗത്തിൽ കഴിയുന്നുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തിയ ആ ഒരു പ്രകൃതി, ശിശു സഹിതമായ ആ ഒരു മനോഭാവം വളരെ മനോഹരമാണ്. 2-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ തന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരെയെല്ലാം യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളായി കണ്ട് സ്നേഹിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അടുത്തേക്ക് വരുന്ന എല്ലാവരെയും, പ്രായഭേദത്തിനെ പലരെയും അദ്ദേഹം സ്നേഹപൂർവ്വം വാത്സല്യത്തോടെ കൊച്ചേ എന്ന് വിളിച്ചാണ് സംസാരിച്ചിരുന്നത്. അവിടെ കേട്ടാണ് പലരും അദ്ദേഹത്തെ തിരിച്ച് ഞങ്ങൾ കൊച്ചിട്ടും ആശ്രമത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചായിരുന്നു അദ്ദേഹം. അങ്ങനെ മറ്റുള്ളവരെ കൊച്ചേ എന്ന് വിളിച്ച്, കുഞ്ഞെ എന്ന് വിളിച്ച് സ്വീകരിച്ചപ്പോൾ ഈശോയെ തന്നെ അദ്ദേഹം സ്വന്തമാക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എപ്പോഴും എല്ലാവർക്കും ഒത്തിരി സ്നേഹം പകർന്നു കൊടുക്കുവാൻ, തമാശകളിലൂടെ, ഭജനകളിലൂടെ മറ്റുള്ളവരെ രസിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും ഒക്കെ മുതിർന്നവർ ചിലപ്പോഴൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ, കോമാളികളെ പോലെയൊക്കെ കാണിക്കാറുണ്ട്.
അവരെ അത് സന്തോഷിപ്പിക്കും. ആ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നൗഷേദില് ഞങ്ങളൊക്കെ അവിടെ പഠിക്കുമ്പോൾ ടീമിലുണ്ടായിരുന്നു. ഓണാഘോഷത്തിന്റെ അവസരത്തിൽ മാവേലിയായിട്ടുള്ള വേഷം വേണ്ടിയാണ് ഞങ്ങൾ റിസപ്ഷനിൽ നിന്ന് അവകാശം ശ്രമത്തോട് ചേർന്നുള്ള വഴിയിലൂടെ നടന്ന് ഉല്ലാസത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഫിലിമൊന്നും ഇല്ലാത്ത ഒരു കൊട്ട ക്യാമറ എഴുതുന്നോ കിട്ടിയത് ആയിട്ട് ഓടി വന്ന് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ പോലെ മതിലിന്റെ മുകളിൽ കയറി നിൽക്കുക, സൈഡിൽ നിൽക്കുക, ചെരിഞ്ഞ് നിന്നൊക്കെ ഫോട്ടോ എടുത്ത് ഞങ്ങളെയൊക്കെ ഒത്തിരി സന്തോഷിപ്പിച്ചത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് ഏറ്റവും സിമ്പിൾ ലളിതമായ രീതിയിൽ സന്തോഷിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി അദ്ദേഹം ജീവിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈശോ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഈ ഒരു സന്യാസ വൈദിക അല്ലെങ്കിൽ പൗരോഹിത്യ പദവിയെ അത്രയധികം അഭിമാനത്തോടെ അദ്ദേഹം വില കൽപ്പിച്ച് കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം വിലയുള്ള ഒരു കാര്യം തനിക്ക് സ്വന്തമായിട്ടുള്ളപ്പോൾ അതിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ സ്വാഭാവികമായിട്ട് തോന്നും. ആ ഒരു തോന്നലിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അനേക ദൈവവിളിയിലേക്ക് നയിച്ചത്. ഏത് കുടുംബത്തിൽ കടന്നു ചെന്നാലും ഏത് കൊച്ചുകുട്ടികളെ കണ്ടാലും അടുത്ത് വിളിച്ച് ദൈവവിളിയുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് സന്യാസത്തിലേക്കോ പൗരോഹിത്യത്തിലേക്കോ സിസ്റ്റേഴ്സ് ആകാനോ ഒക്കെ അദ്ദേഹം പറഞ്ഞു വിട്ടിരുന്നു. പിന്നീട് ബന്ധപ്പെടാൻ വേണ്ടി പോക്കറ്റിൽ സൂക്ഷിക്കുന്ന പേപ്പറുകൾ അല്ലെങ്കിൽ പേന കൊണ്ടൊക്കെ അവരുടെ അഡ്രസ്സും ഒക്കെ എഴുതി കയ്യിൽ വെച്ച് വീണ്ടും വീണ്ടും ബന്ധപ്പെട്ട് അങ്ങനെ അനേകരെ അദ്ദേഹം സന്യാസത്തിലേക്ക് പൗരോഹിത്യത്തിലേക്ക് വിട്ടിട്ടുണ്ട്. നമ്മുടെ സഭയിലും അനേകം അച്ഛന്മാരും അദ്ദേഹത്തിന്റെ പ്രേരണയാൽ അംഗങ്ങളായിട്ടുണ്ട്. അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുമ്പോൾ ഇന്നലെ 1-9 അദ്ദേഹത്തിന്റെ കരം പിടിച്ചിരുന്നത് പെരുമ്പലയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജയിച്ചനാണ്. അദ്ദേഹത്തിന്റെ പ്രേരണയാൽ വൈദികനായി തീർന്ന വ്യക്തി. അപ്പൊ അങ്ങനെ തന്റെ ആ ഒരു പദവിയിൽ അഭിമാനിച്ച് മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുവാൻ കിടന്ന് പരിശ്രമിച്ച അദ്ദേഹം അതൊരു മിഷനായിട്ടാണ് കണ്ടത്. ദൈവവിളി പ്രോത്സാഹനം അദ്ദേഹത്തെ ആജീവനാന്ത വൊക്കേഷൻ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റും. അനേകരുടെ നിയോഗങ്ങൾ റിസപ്ഷനിൽ എഴുതി കിട്ടുമ്പോൾ അത് അച്ഛനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ആ നിയോഗം വെച്ചാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത്രയും മറ്റുള്ളവരുടെ നിയോഗങ്ങൾ കൂടി ചേർത്ത് വെച്ച് വളരെ മനോഹരമായി കൈകാര്യം ഒരു വ്യക്തിത്വം. ഒപ്പം കുമ്പസാരം മുതൽ എപ്പോഴും ഇരിക്കുവാൻ സന്നദ്ധത കാണിച്ച ഒരു മനോഹരത അദ്ദേഹത്തിലുണ്ട്. ഇന്ന് രാവിലെ ചെത്തിപ്പുഴയിലെ തോമസ് പിതാവ് വന്നപ്പോൾ ഏറ്റവും അധികം എടുത്തു പറഞ്ഞ ഒരു കാര്യം അത് തന്നെയാണ്. ചുറ്റുമുള്ള നിരവധി കാര്യങ്ങൾ എവിടെയെല്ലാം കുമ്പസാരമുണ്ടോ അച്ഛന്മാരുടെ ധ്യാനം നടത്തുമ്പോൾ മാസധ്യാനത്തിലും ധ്യാനത്തിലും ഒക്കെ കുമ്പസാരിപ്പിക്കുവാനും എപ്പോഴും സന്നദ്ധത കാണിച്ചിരിക്കുന്നു. ദാരിദ്ര്യവും അനുസരണവും ബ്രഹ്മചര്യവും വ്രതങ്ങളിൽ പുറത്തിണങ്ങിയ വളരെ മനോഹരമായ ഒരു ജീവിതം. ദാരിദ്ര്യ വ്രതത്തില് അദ്ദേഹം വലിയൊരു മാതൃകയായിട്ടാണ് കടന്നു പോകുന്നത്. വലിയ ആവശ്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇല്ലായിരുന്നു. അഭിലാഷങ്ങളൊന്നുമില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിയടഞ്ഞ് ജീവിക്കുവാനുള്ള ഒരു മനസ്സ്. ചെലവ് വളരെ കുറവ്. അത്യാവശ്യമായത് അല്ലെങ്കിൽ ചെറിയ ഡ്രസ്സ് എല്ലപ്പോഴും ഒക്കെ. അങ്ങനെ അധികം ചെലവുകളില്ല. പൈസ തന്നെ വളർത്തി വലുതാക്കിയ സഭയെ തനിക്ക് വേണ്ടി അധികം പൈസ മുടക്കാൻ പാടില്ല. എന്തോ ഒരു വാശി പോലെ നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മുറിയിൽ ചെല്ലുമ്പോൾ കാണാം കട്ടിലിന്റെ പകുതി ഭാഗം കൂടെ പുസ്തകം, അതൊരു ബാക്കി പകുതി സ്ഥലത്താണ് കിടന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആ ദാരിദ്ര്യ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. അനുസരണം അധികാരികളെ മാത്രമല്ല ആരെന്ത് പറഞ്ഞാലും അനുസരിക്കുവാനുള്ള വിശാലമായ ആ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സമർപ്പണ മനോഭാവം. കുഞ്ഞുങ്ങളോട് ആര് പറഞ്ഞാലും അനുസരിക്കില്ലേ, അതേ മനോഭാവം തന്നെ. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇടപെടുകയും ആശുപത്രി കൊണ്ടുപോയി ചെയ്യുന്നത് സുഭാഷനാണ്. അതേപോലെ ചില ആളുകൾ പറഞ്ഞാലും ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചോദ്യമില്ല, അനുസരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയ്ക്കും ഒരു സിമ്പിൾ ജീവിതമാണ്, ആ സമർപ്പണ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. സാമ്പത്തികമായി ഒരു നേട്ടവും കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടേയില്ല. കുടുംബാംഗത്തിന് പറഞ്ഞത് എന്നാൽ ആത്മീയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ആത്മീയതയിൽ കുടുംബാംഗങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. വീട്ടിലൊക്കെ വരുമ്പോൾ കൊച്ചു കുട്ടികളെ ചേർന്ന് നിർത്തി വിശുദ്ധരുടെ ജീവിതം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക, വലിയ ഭക്തി അവരെ വളർത്താൻ ശ്രമിക്കുക, നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെയൊക്കെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരും അദ്ദേഹം
അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചിരുന്നു. തന്റെ സഭയെ, സഭാംഗങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞ സ്വന്തമായി ഒത്തിരിയേറെ സ്നേഹിച്ചു, അവരെ ശുശ്രൂഷിച്ചു, അവരോടുകൂടെ ആയിരിക്കുന്നത് ആനന്ദം കണ്ടെത്തി. എല്ലാ ദിവസവും കൂട്ടുമുറിയിൽ അദ്ദേഹത്തിന്റെ സ്നേഹ സേവന ശുശ്രൂഷകൾ എന്ന് കണ്ടുകൊണ്ടിരുന്നതാണ്. പാത്രത്തിൽ വളരെ കുറച്ച് ഭക്ഷണം എടുക്കത്തുള്ളൂ. ഇന്നലെ ഈ കഷ്ടപ്പെട്ട് എടുക്കുന്നതിന് പോലും ചിലപ്പോൾ തോന്നി, കാരണം അത്രയ്ക്ക് കുറച്ച് ഭക്ഷണം. അതൊക്കെ പെട്ടെന്ന് കഴിച്ച് തീർന്നാൽ പോലും എഴുന്നേറ്റ് പോകില്ല, അവിടെ തന്നെ ഇരിക്കും. കാരണം നമ്മുടെ എതിർവശത്ത് ഇരിക്കുന്നത് ഞങ്ങളുടെ പ്രൊവിൻസിലെ ഏറ്റവും സീനിയറായ ഇടവി പാർട്ടിയിൽ അച്ഛൻ നടക്കുന്നത് അല്പം ബാലൻസ് ഒക്കെ പോകുന്നതുകൊണ്ട് പാത്രം താഴെ പോയാലോ, അതുകൊണ്ട് അച്ഛൻ കാത്തിരിക്കും. ആ പാത്രവും ആ കപ്പും സ്പൂണും ഫോർക്കും എല്ലാം മേടിച്ച് ഒന്നിച്ച് കൊണ്ടുപോയി വെക്കുന്നത്. അത് പലപ്പോഴുമല്ല, എല്ലാ ദിവസവും എല്ലാ ഭക്ഷണ സമയത്തും അങ്ങനെയാണ് അച്ഛൻ ചെയ്തിരുന്നത്. അപ്പൊ അത്രയ്ക്കും വളരെ ഒരു കരുതൽ എല്ലാവരോടും അദ്ദേഹം കാണിച്ചിരുന്നു. സമൂഹത്തോടൊപ്പം പ്രാർത്ഥനകളിൽ പങ്കുചേരാൻ വളരെ നിർബന്ധ ബുദ്ധി അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. സായാഹ്ന പ്രാർത്ഥനകളുടെ എല്ലാ ദിവസവും ആദ്യ ദേവാലയത്തിൽ എത്തുന്നത് അച്ഛൻ. ഇങ്ങനെയൊക്കെയാണ് പൈനലച്ഛൻ നമ്മുടെ ഇടയിൽ ജീവിച്ചു പോയത്. ഒരേ ഒരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. പൈനലച്ഛന്റെ ജീവിത പെരുമാറ്റ ശൈലി എന്തായിരുന്നു എന്നുള്ളത് ചിന്തിച്ചപ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യം, കർത്താവിന്റെ ദാസനെ കുറിച്ചുള്ള വിവരണമാണ്. പൈനലച്ഛന്റെ ജീവിതത്തിൽ കൃത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. അവൻ വിലപിക്കുകയോ സ്വരം ഉയർത്തുകയോ ഇല്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. യാതൊരു പരിഭവവും പരാതിയുമില്ലാതെ വളരെ മനോഹരമായി ജീവിച്ച ഒരു വ്യക്തിത്വം. സഭാംഗങ്ങളും കുടുംബാംഗങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഇന്നേ വരെ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടോ സ്വരം ഉയർത്തിയോ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ശാന്തനായ പാവം ഒരച്ഛൻ. ആ ശാന്ത പ്രകൃതിയാണ് എപ്പോഴും പുലർത്തിക്കൊണ്ടിരുന്നത്. ആരെയും ഉപദ്രവിക്കാതെ, ആർക്കും ഒരു ശല്യം ചെയ്യാതെ എപ്പോഴും ജീവിച്ചിരുന്നു. രോഗങ്ങൾ പോലും പരാതിയായിട്ട് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. കൈകാര്യ സുഖീകളായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദുരിതങ്ങൾ ആ കുറേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പരാതി പോലും പറഞ്ഞിട്ടുണ്ട് ജെയിംസ് പൈനലച്ഛൻ പറയുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചോ പറയാ, ജീവിച്ചിട്ട് പോലും ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതി ആർക്കും ഒരു ഉദ്യോഗം ചെയ്യാതെ, അതാണ് വീടുകൾ പോലെ അദ്ദേഹത്തിന്റെ ശബ്ദം മുടങ്ങിയ വരാന്തകളിൽ ഒന്നും ശബ്ദമില്ലാതെ ശാന്തനായിട്ട് നടന്നു നീങ്ങിയ ഒരു മനോഹരമായ ജീവിതം. ഇത്രയധികം മനോഹരമായി ഈ ഭൂമിയിൽ ജീവിച്ച നല്ലൊരു സന്യാസ വൈദികനെ ഞങ്ങളുടെ സഭയ്ക്ക് പ്രദാനം ചെയ്ത പൈതൃക കുടുംബാംഗങ്ങൾക്ക് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സ്നേഹപിതാവാദിയുടെ ബഹുമാനപ്പെട്ട പൈതൃകത്തിന്റെ അടുവുള്ള ആത്മാവിനെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ. പൈനലച്ഛൻ്റെ കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിച്ച് നന്ദി പറയാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ പൈനലച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച അഭിവന്ദ്യ പിതാക്കന്മാർക്കും വൈദികർക്കും നന്ദി. ചെത്തിപ്പുഴയിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ അഭിവന്ദ്യമാർ തോമസ് തറയിൽ പിതാവിനോടും ഇപ്പോഴത്തെ മൃതസംസ്കാര കർമ്മത്തിന് നേതൃത്വം നൽകിയ അഭിവന്ദ്യമാർ ജോസഫ് പെരുന്നോട്ട പിതാവിനോടും പൈനൽ കുടുംബാംഗങ്ങളുടെ നന്ദി ആദ്യമേ അറിയിക്കട്ടെ. വിശ്രമ ജീവിതത്തിൽ പ്രവേശിച്ചതിനു ശേഷം പലതവണ ഞങ്ങൾ കുഞ്ഞാച്ചനോട് ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞാച്ചൻ ദൂരെ ചെത്തിപ്പുഴയിലായിരിക്കാതെ മാന്നാനത്തായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്നും വന്ന് കാണാമായിരുന്നല്ലോ, സംസാരിക്കാമായിരുന്നല്ലോ എന്ന്. ആ ചോദ്യത്തിന് ഒരിക്കൽ പോലും നിശബ്ദതയല്ലാതെ മറ്റൊരു മറുപടി ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കുഞ്ഞാച്ചനെ കണ്ടിട്ട് ഞങ്ങൾ അതിരമ്പുഴയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉയർന്നു തിരുനാൾ ആശംസകൾ നൽകിയതിനു ശേഷം കുഞ്ഞാച്ചൻ പറഞ്ഞു, ഉടുപ്പിട്ട് ഞാനും വരുന്നുണ്ട് അതിരമ്പുഴയ്ക്ക്. പറഞ്ഞതുപോലെ ഉയർന്നു തിരുനാൾ കൂടി അതിരമ്പുഴയുടെ ഏറ്റവും അടുത്ത മണ്ണിൽ വിശുദ്ധ ചാവറപ്പിതാവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മാന്നാനത്തിന്റെ വിശുദ്ധ ഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ ദൈവനിയോഗത്താൽ എത്തിച്ചേർന്നിരിക്കുന്നു. മാന്നാനത്ത് വൈദിക പരിശീലനത്തിനായി ചേർന്ന കാലം മുതൽ ചെത്തിപ്പുഴയിലെ വിശ്രമ ജീവിതം വരെയുള്ള അരനൂറ്റാണ്ടിലേറെ കാലം കുഞ്ഞാച്ചൻ സേവനം ചെയ്ത ഇടങ്ങളിൽ കൂട്ടായി നിന്നവരെയും ഈ കാലങ്ങളിലെ സഭാധികാരികളെ കൂടെ ഉണ്ടായിരുന്നവരെയും നന്ദിയോടെ ഓർക്കുന്നു. ചെത്തിപ്പുഴയിൽ കുഞ്ഞാച്ചനെ കാണാൻ ഞങ്ങൾ എത്തുമ്പോൾ കുഞ്ഞാച്ചന് ചുറ്റും സീനിയർ വൈദികരുടെ ഒരു സൗഹൃദ കൂട്ടമുണ്ടായിരുന്നു. അവർക്കും എല്ലാ വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും പൈനൽ കുടുംബത്തിന്റെ പ്രത്യേകമായ നന്ദി. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഡ്രൈവർമാരോടൊപ്പം വാഹനം വിട്ടു നൽകി സുരക്ഷിതമായി കുഞ്ഞാച്ചനെ കുടുംബങ്ങളിലെ മൃതസംസ്കാര കർമ്മങ്ങൾക്കായി മറ്റും പറഞ്ഞു വിട്ടുകൊണ്ടിരുന്ന ചെത്തിപ്പുഴയിലെ എല്ലാ കാലത്തെയും പ്രിയോരക്ഷന്മാർക്കും പ്രത്യേക നന്ദി. നാലുകോടി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കാലയളവിൽ
ചോദിച്ചപ്പോൾ പയർ പോലെ നടക്കുന്നു എന്ന് പറയാനായിരുന്നു മറുപടി. അനാരോഗ്യസ്ഥിതിയിലും മർമ്മം കലർന്ന ഇത്തരം ഒരു മറുപടി പറയാനുള്ള മാനസിക സ്ഥിതി സൃഷ്ടിക്കുവാൻ സഹായിച്ചത് ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രിയിലെയും നാലുകോടി സെന്റ് റീതാസ് ഹോസ്പിറ്റലുകളിലെയും ശ്രദ്ധാപൂർവമായ പരിചരണമാണ്. കുഞ്ഞാച്ചനെ ശുശ്രൂഷിച്ചവർക്കും അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയ ചെത്തിപ്പുഴ ആശ്രമ ബഹുമാനപ്പെട്ട കല്ലുകളം അച്ഛനും സഹവൈദികർക്കും പൈനേൽ കുടുംബത്തിന് നന്ദി. നാളിതുവരെയുള്ള വൈദിക ജീവിത കാലഘട്ടത്തിൽ താങ്ങും തണലുമായ CMI സഭയോടും പ്രയോജനങ്ങൾ ബഹുമാനപ്പെട്ട തോമസ് ചാത്തമ്പറമ്പിൽ അച്ഛനോടും തിരുവനന്തപുരം പ്രവിശ്യ പ്രൊവിൻഷ്യൽ റവറന്റ് ഫാദർ ആന്റണി ഇളങ്കോട്ടം അച്ഛനോടും പൈനേൽ കുടുംബത്തിനുള്ള ദൈവനിയോഗത്താൽ ഇന്ന് ഈ പുണ്യഭൂമിയിൽ മൃതസംസ്കാരം നടത്തുവാനുള്ള പൈനേൽ കുടുംബാംഗങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ ഒപ്പം നിന്ന തിരുവനന്തപുരം പ്രവിശ്യയിലെ സഭാധികാരികൾ, പ്രത്യേകമായി വികാർ പ്രൊവിൻഷ്യൽ സെബാസ്റ്റ്യൻ അട്ടിത്തുരേച്ചൻ, ജെയിംസ് മുല്ലശ്ശേരിയച്ചൻ, ചെത്തിപ്പുഴ ആശ്രമ പ്രിയോർ തോമസ് കല്ലുകളമച്ചൻ, മാന്നാനം ആശ്രമ പ്രിയോർ കുര്യച്ചാലങ്ങാടിയച്ചൻ എന്നിവരോട് ബഹുമാന പരസ്പരം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലും സങ്കടങ്ങളിലും തന്നെ സമീപിച്ചിരുന്ന കുടുംബാംഗങ്ങൾക്ക് ഒരു കൊന്തയോ കാശുരൂപമോ നൽകി മാതാവിനോട് അപേക്ഷിക്കാനോ ചാവറപിതാവിന് പണം നൽകി പ്രാർത്ഥിക്കുവാനോ മാത്രം മറുപടി നൽകിയ മിതഭാഷിയായിരുന്ന ഞങ്ങളുടെ കുഞ്ഞാച്ചന്റെ മാതൃക സ്വീകരിച്ച് ഞങ്ങൾ പറയുന്നു. CMI സന്യാസ സമൂഹത്തോടുള്ള ഞങ്ങളുടെ അളവറ്റ നന്ദി വാക്കുകളിൽ ഒതുക്കാനാവുന്നതല്ല. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ സമൂഹം മുഴുവൻ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ പൈനേൽ അച്ഛനോടുള്ള സ്നേഹാദരവർപ്പാൻ എത്തിച്ചേർന്ന എല്ലാ സന്യസ്തർക്കും ബന്ധമിത്രാദികൾക്കും പരിശുദ്ധർക്കും പൈനേൽ ഓതളമറ്റം പാരിക്കലാത്ത് ഇലങ്ങിൽ കുടുംബങ്ങളുടെയും അച്ഛന്റെ മാതൃഭവനമായ കല്ലമ്പള്ളി കുടുംബാംഗങ്ങളുടെയും നന്ദി അർപ്പിക്കുന്നു. കുടുംബത്തിലെ മരിച്ചവരുടെ വിവരങ്ങൾ കൃത്യമായി എഴുതി സൂക്ഷിക്കണമെന്ന് കുഞ്ഞാച്ചൻ പലപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു. അതിനായി 100 വർഷത്തിലേറെ മുമ്പ് ഈ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ പൂർവികരുടെ വിവരങ്ങൾ കുഞ്ഞാച്ചൻ എഴുതി സൂക്ഷിച്ചതിന്റെ ഒരു പകർപ്പ് തന്നിട്ട് എന്നോട് ഇത് തുടരാനായി ആവശ്യപ്പെട്ടു. കുഞ്ഞാച്ചനെ കുറിച്ചുള്ള വിവരങ്ങളും എഴുതി സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. എന്നെ ഏൽപ്പിച്ച ഈ നിയോഗത്തിന്റെ ഭാഗമായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഓർമ്മകൾ മാത്രം ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞാച്ചന്റെ ഓർമ്മ ഞങ്ങളും എഴുതി സൂക്ഷിച്ചിരിക്കുന്നു. ഒരിക്കലും ആയാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മൃതസംസ്കാര ശുശ്രൂഷ ഭംഗിയായി ക്രമീകരിച്ച CMI സഭയുടെ ചെത്തിപ്പുഴയിലെ മാന്നാനത്തെ ബഹുമാനപ്പെട്ട അധികാരികൾക്കും വൈദികർക്കും പ്രാർത്ഥനയിൽ പങ്കുചേർന്ന എല്ലാവർക്കും പൈനേൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ നന്ദി.